പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ മനോഹരമായ 2 പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ 2 പ്രാർത്ഥനകളുണ്ട്. വളരെ മനോഹരമായ പ്രാർത്ഥന. ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. 2 നോൺ ക്രിസ്ത്യൻസാണ്. നിഷ ആലുവ അവരുടെ ഹസ്ബൻഡുമാണ്. അപ്പോൾ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇവർ 2 പേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതിൻ്റെ ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്ബൻഡിന് വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അതാണ് സംഭവം. അങ്ങനെയൊക്കെ ഒന്നിലും വിശ്വാസമില്ല. വൈഫിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ്, അവർ നേഴ്സാണ്, പ്രൊഫഷണൽ നേഴ്സാണ്. ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ 84 വയസ്സുള്ള പ്രായമുള്ള ആളാണ്, രോഗിയാണ്. ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക് മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ്. അപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകുമെന്നാണ് പറയണത്. എല്ലാവരും അങ്ങനെയാണ് പറയണത്, അപ്പം പെട്ടെന്ന് പോകും. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും, എടി ഇനി മണിക്കൂറുകളേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറയും. അപ്പം നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടണില്ല, പരമസാണ്. വൈഫ് പെട്ടെന്ന് പറയണത്, നിഷ പെട്ടെന്ന് പറയണത്, നിങ്ങൾ ആ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരട്ടാൻ പറയും. അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോൾ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും, നീ ഒരു നേഴ്സല്ലേ, നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. എന്നുവെച്ചാൽ നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ അപ്പൻ്റെ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല, അതാണ് വിഷയം. നമുക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടൈം കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി, ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ, നമ്മുടെ ജീവിതത്തിന് ഒരു പോകുംവഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ മുമ്പിലും. നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ്. അത് എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവർ നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരവസ്ഥ. അപ്പൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പം ചോദിക്കണില്ല. അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്തി ഉടമ്പടി തൈലം പുരട്ടിക്കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകത്തില്ലാത്ത രീതിയിൽ അപ്പൻ, അമ്മ, പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും. അപ്പോഴേ അദ്ദേഹം അപ്പോൾ വിശ്വാസത്തിൽ വരും. വിഷയം അതല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്. പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ. ആ അപ്പൻ നടന്ന ആംബുലൻസിൽ കയറി. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷണം. അത് ഉള്ളിലാണ്. അത് ഇത് രോഗമല്ല, മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല, വേറെ രോഗം അപ്പനുണ്ട്.
അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മനുഷ്യൻ വിറച്ചു പോയി. ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് വെച്ച്, നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, രാവിലെ ഇങ്ങോട്ട് വരും, മാതാവിനെ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ച് മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് എൻ്റെ പോയിൻ്റ്. മനുഷ്യൻ, അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പന് ഈ രോഗം വന്നത്. അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാവത്തുള്ളെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശ്യം പോലെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ സമയത്ത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി. എന്താണ്, അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്താണ് അപ്പന് ക്യാൻസർ ആണെന്ന് പറയണത്. അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. എന്താണ് പറയണത്, ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വയസ്സ് കണ്ട എന്താണ് പറഞ്ഞത്, അയാൾ എന്താ പറഞ്ഞത്, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ഇതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഉള്ളവർക്ക്, അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വല്ലതും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയണത്, ഇവൾക്ക് സൗദി നേഴ്സാണ്, സൗദിയിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വിസ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര സ്ലോയാണ്. പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ്. പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും, നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ, എനിക്ക് മനസ്സിലാവണില്ല, ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയലും നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹസ്ബൻഡല്ല, എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട്. പ്രസൻസാണത്. ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം, ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കെയർലെസ് വർത്തമാനങ്ങൾ പറയരുത്. ഞാനിങ്ങനെ കെയർലെസ് വർത്തമാനങ്ങൾ പറയുമല്ല, ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ. അപ്പം അത് എൻ്റെ മനസ്സ് ഈശോയ്ക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ നാടൻ വർത്തമാനം കയറി പറയരുത്. കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത്. എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത്. ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഈ പ്രസൻസാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ. അത് പ്രോമിസിലുള്ളതല്ലേ. ആ പ്രോമിസ് ദൈവം പാലിക്കും. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ്സായിട്ട് പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതാണ് നിഷ പറയണത്. എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്ക് ആർക്കും വരണില്ല. കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം വേറെ ഒരു സാക്ഷ്യമുണ്ട്. ഒരു 22 വയസ്സുകാരൻ, എന്നാ അയാളുടെ പേര്, 22 വയസ്സേ ആ പയ്യൻസിനുള്ളത്. പക്ഷേ നല്ല ഒരു സാക്ഷ്യമാണ്. അത് 22 വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ്. അതായത് ജർമ്മനി പോകാൻ വേണ്ടി ആദർശിൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. 22 വയസ്സേ പയ്യൻസിനുള്ളൂ, പക്ഷേ സൂപ്പർ സാക്ഷ്യം. അത് അവൻ പറഞ്ഞു, ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ അവസാനമേ കുർബാന എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ, കുർബാന എല്ലാം നേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല. കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും, എന്നിട്ട് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു കെയർലെസ് ലൈഫായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആരും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. അതാണ് ഇത് പ്രസൻസാണ്. ആരോ എൻ്റെ കൂടെ ഉള്ളു. എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും
ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്കാകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് പോകും. എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട്. എക്സാം ചെല്ലുമ്പോൾ ഈ ജർമ്മൻ എക്സാമാണ്. ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വൈവ സ്പീക്കിങ്ങിൻ്റെ പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം? നിനക്കൊരു കുന്തും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അയാൾ നോക്കണമില്ല. അതായത് എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമാണ്. ഓരോ ഇൻഡാസവനതേ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയില്ല, വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പറും നോക്കിയില്ല. അപ്പോൾ ഞാനിവിടുത്തെ എൻ്റെ വൈവയും പോയി, എൻ്റെ റൈറ്റിങ്ങും പോയി. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്? പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു, നീ പാസ്സായെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഉടമ്പടി പോണത്. അപ്പോൾ ഈ 22 വയസ്സുകാരൻ, പള്ളി കയറാത്തവൻ, കുടുംബപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ, എങ്ങനെയാണ് ദൈവം അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത്? എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉടമ്പടിയല്ല എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം, ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നാണ് പറയണം. ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം. കാര്യം ഉടമ്പടിയോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ മനുഷ്യന് ഉടമ്പടി എടുക്കുമെന്നാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കണേ എന്ന് ചോദിക്കൂ. പ്രശ്നമുള്ളവരൊക്കെ പോയി എടുക്ക്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത്? അമ്മേ, നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അമ്മേ, എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, ഐ നോ ഇറ്റ്. ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ റിജക്റ്റാകാൻ പോകുന്നു, പണവും എൻ്റെ കയ്യിലില്ല, എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. ഓ, എന്നാ രസമുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ്. ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും, അതല്ല പ്രശ്നം. മുഖ്യ ലക്ഷ്യം, ഉടമ്പടിയുടെ ലക്ഷ്യം, ഇറ്റ് ഈസ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. നീ നിൻ്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷ്വൽ റിലേഷനല്ല, വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത്. ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷനാണ് ഉടമ്പടിയിൽ. ഒരു വിശിഷ്യ പെർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോംവഴിയാണ് ഉടമ്പടി. അപ്പം എന്താ നിങ്ങൾക്ക് ചിലർക്ക് പറ്റണത്, നിങ്ങൾ ഉടമ്പടിയുടെ ഫലം നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമ്മളെല്ലാവർക്കും നിങ്ങളെ ഉടമ്പടിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം. എങ്ങനെ അറിയാമോ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിന് നിവർത്തി കിട്ടുകയാണ്. ഇറ്റ് ഈസ് വെരി ഈസി. അതല്ല പ്രശ്നം. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട്, ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. എന്നിട്ട് അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ, ബന്ധം. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ? ഇല്ലേ? എനിക്കറിയാം ആ കഥ. അപ്പോൾ വലിയ കാറ്റുണ്ടായിരുന്നു. കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ
ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നിനക്കൊരു ഗൗനമില്ലേ എന്നാണ്. കർത്താവേ എന്ന് പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗനമില്ലേ, നീ ഗൗനിക്കുന്നില്ലേ? ഇപ്പം കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കണത്. പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക. ഇത് പത്രോസിൻ്റെ വായിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത്? കർത്താവെ, ഞങ്ങൾ നശിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? ബന്ധമില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്നോട് പറയും, അച്ഛാ, എന്നോട് ഇപ്പോൾ ഞാൻ പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ചിലത് എൻ്റെ കയ്യെ കയറി പിടിക്കും. എന്താണ്? അച്ഛൻ പിടിച്ചിട്ടേക്ക് അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ല. അത് കാരണം വിഷയം സീരിയസ് ആയതുകൊണ്ട് കൈ പിടിക്കും. ഞാൻ പറയും, എന്തടി? അതേ, ഞാനിപ്പോൾ 10ാമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത്, ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല. എന്താണ്? OET IELTS ആണേ. ഞാനീ 10ാം പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത്, ഇനി കാശില്ല എഴുതാൻ. ഞാൻ പറഞ്ഞു, നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൻ പറഞ്ഞു. എന്താ കാര്യം? അവൾ പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ്. ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ്. ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ്? എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ്, നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത്. അതൊരു കമാൻഡാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ സ്റ്റഫ് എന്താ? ഒരു ഇൻറ്റിമസിയാണ്. നമുക്കതുപോലെ പറയാൻ പറ്റണില്ല. എന്താ കാര്യം? നമുക്ക് ആ ഇൻറ്റിമസി ഇല്ല. പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ബേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്താണ്? ആന്തരിക ആത്മബന്ധം. ആന്തരിക ആത്മബന്ധമാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു, അല്ലേ? രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത്? 25:35 അനുസരിച്ചാണ് മത്തായി സിയുടെ സുവിശേഷം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 25:35. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പം ഞാനെന്നാ പറയണത്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽവാസിയായ ജോണമ്മ ചേച്ചിയാണെന്ന് പറയരുത്. അതാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാൾ അറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ, ഇന്ന ആളാണെന്ന് പറയും. അങ്ങനെയല്ല, അയാളല്ലത്. ആരാണത്? ഞാൻ രോഗിയായിരുന്നു. മനസ്സിലായില്ലേ? ആ ഇല്ലാത്തവനുമായിട്ട്, വേദനയുള്ളവനുമായിട്ട്, കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. ഈ താതാത്മ്യീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനിലും അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും അവിടെ യേശുക്രിസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ആണ് ഇപ്പോൾ സഭയ്ക്ക് വന്നിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയാവോ? കുറേ അണ്ണന്മാർ പോയി MSW എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ സർവീസിൽ ഇരിപ്പുണ്ട്. എന്താ പ്രശ്നം വരാണത്? സഭയുടെ സോഷ്യൽ പ്രവർത്തനമല്ല നടക്കുന്നത്. ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സാങ്കേതികമായി കിട്ടിയിരിക്കുന്ന കുറച്ച് ജ്ഞാനം കൊണ്ടുണ്ടാക്കി വെക്കുന്ന കുറച്ച് വർക്ക്സാണത്. അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം, ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല. ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരന്, വല്ലായ്മക്കാരന്, രോഗികളിൽ, തകർച്ചയുള്ളവന്, ഇപ്പം ഇന്ന് തന്നെ ഈ ആനന്ദം, അവൻ്റെ പേരെന്നാ, ആദ്യത്തെ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു മനസ്സെൻ്റെ കയ്യിലില്ല. അതിനുള്ള കാര്യം തുറന്നു പറയുകയും, എനിക്കിങ്ങനൊരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നണത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കാത്തത്. എല്ലാവരും നട തുറന്ന രസമുള്ള സാക്ഷ്യമാണ്. അവരെല്ലാം പറ്റിപ്പുകാരാണെന്ന് തോന്നണം. ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്നറിയണം, എന്നാൽ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ. അപ്പം അങ്ങനൊരു മനസ്സാണ് എൻ്റേത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാനറിയാമോ? എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ചു തരുമോ? എന്നെക്കാൾ ഇളയ പിള്ളേർ വന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചേ, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ചു തരുമോ? അപ്പോൾ ഞാൻ 5 പേർക്ക് ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് എൻ്റെ ഉടമ്പടിയിലെ പരസ്നേഹ പ്രവൃത്തികൾ. ദാറ്റ് മീൻസ് എന്താണ്?
ഈശോ അവിടെയും താതാമ്യപ്പെടുകയാണ്. എന്താ പ്രശ്നം? ഈശോയ്ക്ക് ജർമ്മൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഈ ഇൻറ്റിമസി ഉണ്ടാകും. അല്ല ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. ദൈവം ആത്മാർത്ഥ ദൈവമാണ്. അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഇപ്പം അദൃശ്യ പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ ജർമ്മൻ പഠിപ്പിച്ച് മഴ കൊടുക്കുക മാത്രമല്ല, രോഗികളെ കാണാൻ പോകും. ഞാൻ പിന്നെ ഭക്ഷണമില്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ച് കൊടുക്കും. ആ 22 വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചായി. ആ 22 വയസ്സുകാരന് ഒരൊറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുകയും പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുകയും ചെയ്യുന്ന സമയത്ത് ഇൻറ്റിമസിയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ സാധാരണ ഫങ്ഷണൽ പ്രെയറിന് വർക്കൗട്ട് ചെയ്യത്തില്ല. സാധാരണ ഫങ്ഷണൽ പ്രെയർ കൊണ്ട് ഈ സമയത്ത് സ്വർഗസ്ഥനായ പിതാവാണല്ല പ്രാർത്ഥന, അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയുണ്ട്. അത് നീ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നീ രചിച്ച പ്രാർത്ഥനയാണ്. ഇപ്പം നിഷ രചിച്ച പ്രാർത്ഥനയില്ലേ? നിഷയുടെ ഹസ്ബൻഡ് രചിച്ച പ്രാർത്ഥനയില്ലേ? എന്താണ്? മാതാവേ, ഈ സമയത്ത് പ്രലോഭനം കൊണ്ട് വന്നാൽ ഞങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് അമ്മ ഈ വിഷയത്തിൽ ഇടപെടണം. ദാറ്റ് മീൻസ് അതാണ് അത് സാങ്കേതിക പ്രാർത്ഥനയെക്കാളും വലിയ പ്രാർത്ഥനയാണ് പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഈ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? അതിന് ഇൻറ്റിമസി വേണം. ഈ അപ്പോസ്തലന്മാർ ഈശോയെ കുറ്റപ്പെടുത്തുന്നത് എന്താണ്? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അപ്പം എന്താ, നീ അത് ഗൗനിക്കുന്നില്ലേ? അതൊരു കുറ്റപ്പെടുത്തലാണ്. പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം അവർ ദൈവവുമായിട്ട് ഇൻറ്റിമസിയായി. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തെ പ്രാർത്ഥനയിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ഒരാവശ്യം വരുമ്പോൾ ആ ഓഫീസിനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉള്ളതുപോലും കിട്ടത്തില്ല, ഇല്ലേ? നെഗറ്റീവാണത്. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്ക് ഇത്രയും ആത്യന്തികമായൊരു വിഷയം വരുമ്പോൾ മുത്തടം ബൈബിൾ ഉൾഗാത്ത ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവേ നിനക്കൊരു ചിന്തയുമില്ല എന്നാണ് ചെയ്തിരിക്കുന്നത്. നിനക്കൊരു ചിന്തയുമില്ലേ എന്നുവെച്ചാൽ നീ ഞങ്ങളെക്കുറിച്ച് ഒരു ഗൗരവമില്ല എന്നാണ്. എന്നുവെച്ചാൽ ഉത്തരവാദിത്തമില്ലെന്നാണ് ചോദിക്കണത്. ദൈവത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിലേ അത് വേറൊരു ബന്ധമാണ്, അത് സാധാരണ ബന്ധമല്ല. ദൈവത്തെ ഇപ്പം ചോദിക്കുക നീ ഗൗനിക്കണില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പ്രാർത്ഥനയുടെ ഇമോഷണൽ സെറ്റപ്പ് എന്താണ്? ഇപ്പം നിൻ്റെ വീട് ഇപ്പം വീട് വെച്ചിട്ടില്ല, പഴയ വീട്ടിൽ താമസിക്കുക, ഭാഗോടമ്പടി പ്രകാരം കിട്ടിയ കുടുംബ വീട്ടിൽ നീ താമസിക്കുകയാണ്. അത് 10-35 കൊല്ലം പഴക്കമുള്ള സംഭവമാണ്. ഈ വീട് കാണിച്ചാൽ നിൻ്റെ മകൾക്ക് ഭർത്താവിനെ കിട്ടത്തില്ല. അതാ നിൻ്റെ ദുഃഖമെന്ന് വിചാരിച്ചോ? അപ്പം നീ ഭർത്താവിനോട് എന്താ പറയണത്? ഇവിടെ മനുഷ്യ കൊച്ചു വളർന്നു തന്നെ കണ്ടില്ലേ, ഇപ്പോഴും താൻ കറങ്ങി നടക്കണമെന്ന് ചോദിക്കും. അതാ സംഭവം, അതല്ലേ ചോദിക്കത്തുള്ളൂ. ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് ചോദിക്കാനുള്ള ആധികാരികമായ ഒരു ബന്ധമുണ്ട്. അതാണ് സംഭവം. ആ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലെയിംസ് ഉണ്ടാകണം. ഉടമ്പടിയെപ്പോലെ ക്ലെയിംസ് ഉണ്ടാക്കുന്നൊരു സംവിധാനം വേറെയില്ല. എന്താണ്? നീ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടേ, കർത്താവിനെ അറിയാത്തവർ നീ അറിയിക്കുന്നുണ്ട്, ഇല്ലേ? രോഗികളെ നീ കാണുന്നുണ്ട്, എവിടെയെല്ലാം സഹായിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം സഹായിക്കുന്നുണ്ട്, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ക്ഷമിക്കേണ്ടി വന്ന് ക്ഷമിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിതം 1 by 1 ആയിട്ട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ നിനക്ക് ക്ലെയിം ഉണ്ടാവും. എന്താണ്? അവകാശവാദമുണ്ടാവും. എന്താണ്? നീ ജീവിച്ചതാണ്. ഞാൻ എപ്പോഴും കർത്താവിനോട് പണ്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇപ്പോൾ പറയാറില്ല. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വരുന്ന ആൾ എൻ്റെ കൈപ്പിടി കൊതുകുകളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ കർത്താവിനോട് പറയുന്ന ഒരു വാക്കാണ്, കർത്താവ് 4 വയസ്സ് മുതൽ എൻ്റെ അപ്പൻ നീയാണ് ദൈവമെന്ന് എന്നെ കാണിച്ച കാലം മുതൽ ഇന്ന് വരെ 60 കൊല്ലത്തോളം ജീവിക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ നീയല്ലാതെ വേറെ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുനിച്ചിട്ടില്ല. ഇറ്റ്സ് ഓവർ, ക്ലിയർ. അത് നീ ഓർക്കണമെന്ന് പറയും. അത് ക്രെഡിബിലിറ്റിയാണ്. ക്ലെയിം ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ ജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അത് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ക്ലെയിമുണ്ട്, അവകാശവാദമുണ്ട്. ഇൻറ്റിമസി വരണത് ഈ അവകാശവാദത്തിൽ നിന്നാണ് വരണത്. അതിൽ നിനക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകണം ദൈവതിരുസന്നിധിയിൽ. ഉടമ്പടി നിന്നെ നല്ല നിക്ഷേപമുള്ള
നല്ല ആധ്യാത്മിക ഭദ്രതയുള്ള വ്യക്തിയായി ഉയർത്തും. ഈശോയുമായിട്ടല്ല നിങ്ങൾ ഡീൽ ചെയ്യണത്. മാതാവ് അതിനുള്ള മരിയനതൊരു മാർഗമാണ് കേട്ടോ. ലക്ഷ്യമാരാണ് ക്രിസ്തുവാണ്. അപ്പോൾ ഈശോയുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ഈശോയുടെ സ്പെഷ്യൽ നേച്ചർ നമ്മൾ പഠിക്കിട്ടിരിക്കണം. അത് ഇതുപോലെ ഉത്തരം തരാത്ത നേച്ചർ, ഉത്തരം തരുന്ന നേച്ചറല്ല. ഉത്തരം തരുന്ന നേച്ചറുണ്ട്. ഈശോയുടെ ഉള്ളിൽ, പ്രകൃതിയിൽ, പ്രകൃതത്തിൽ, സ്വഭാവത്തിൽ ഫ്ലാറ്റായിട്ട് ഉത്തരം കൊടുക്കാത്ത സ്വഭാവമുണ്ട്. അത് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് നിർണായകമായ സമയത്ത് ഉത്തരം തരത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ മർക്കോസിൻ്റെ 6:48 വായിച്ച്. മർക്കോസ് 6:48 ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. മർക്കോസ് 6:48 അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ഒന്ന് പറഞ്ഞേ, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. തീർന്നില്ലേ? ഇപ്പം 3 പുതുക്കി അവശരായ ആൾക്കാരുണ്ട്. ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി അവിടെ, അതായത് 3 പുതുക്കണ പേപ്പർ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ചീട്ട് തരും. കാരണം നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിഷയം അത്ര സീരിയസ് അല്ലെങ്കിൽ പോലും അവർ ചീട്ട് തരും. എന്താ കാര്യം? 3 പുതുക്കിയിട്ട് കുറേ കാര്യം നടന്നു കാണുവേ. അപ്പം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഉടമ്പടി ഗ്രേഡ് നമ്മളല്ലേ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കണത്. അപ്പം നമ്മൾ തന്നെ അത് ഹോണർ ചെയ്തില്ലേ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ 3 പുതുക്കുകയാണെന്ന് കണ്ടുകയാണെങ്കിൽ ആ ചീട്ട് തരും. ചില വീട് വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ തന്നെയും ചില വിഷയം സീരിയസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആകുമ്പോൾ ഈ പറഞ്ഞ വഞ്ചി തുഴഞ്ഞ് നമ്മുടെ ജീവിതം അവരെന്താ പറഞ്ഞത്? എന്താ എഴുതിയിരിക്കുന്നത്? അവരെ മർക്കോസ് 6:48 അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ആരാ മനസ്സിലാക്കിയത്? അപ്പം മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അപ്പം നിങ്ങളെ പരീക്ഷ എഴുതി അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അവൻ മനസ്സിലാക്കുന്നുണ്ട് നിൻ്റെ അവശത. നിനക്ക് ജപ്തി നടപടിയായിട്ട് നീ അവശതയായിട്ടിരിക്കുകയാണ്. നിനക്ക് ബാങ്കുകാർ പോലും സിവിൽ പോയിൻറ്റ്സ് ഇല്ലാത്ത കാരണം നിനക്ക് ലോൺ തരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 38 വയസ്സ് ഉണ്ടായിട്ട് കെട്ടാൻ പറ്റണില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 19 വയസ്സ് കല്യാണം കഴിഞ്ഞ് 19 കൊല്ലമായിട്ട് മക്കളില്ലെന്നും നീ ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ച അവസ്ഥയാണെന്നും അവൻ മനസ്സിലാക്കി. കൈ ഇടിച്ച് കിടത്താൻ നിന്റെ ജീവിതത്തിൻ്റെ തീരത്ത് നീ അണയുന്നവരെ നിന്റെ ജീവിത അവസ്ഥകളോട് നീ മല്ലിട്ട് കൊണ്ട് നീ അവശ്യാകുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെത്. ചില ബന്ധുക്കാരെല്ലാം പ്രതി ഇപ്പം ഈ അവൻ്റെ ആദർശൻ്റെ സാക്ഷ്യം എന്താ? ആദർശന് മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നവനാണേ. മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം ശമ്പളം കിട്ടുമായിരുന്നു. അപ്പം അവനാണ് തലയിൽ ജർമ്മൻ പഠിക്കണമെന്ന് ജർമ്മനിയിൽ പോകണമെന്ന് തോന്നിയത്. അപ്പോൾ ആ ശമ്പളം ഉണ്ടായിരുന്ന ജോലി, നാട്ടിൽ വലിയ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റിയ ജോലി ഉണ്ടായിരുന്ന രാജിവെച്ചപ്പോൾ എന്ത് പറ്റി? ബന്ധുക്കൾ, സ്വന്തപ്പെടും നാട്ടുകാർ പിന്നെ പൊട്ട, പോഴ, വിഡ്ഢി എന്നൊക്കെ വിളിച്ച് കാറ്റ് പ്രതികൂലമായിരുന്നു. അതാണ് കർത്താവിൻ്റെ വചനം. ഇപ്പം ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ അവശരാകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പൊട്ടാ, പോഴ, വിഡ്ഢി എന്നൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ അവശരാകുന്ന സമയത്ത് തന്നെ നിൻ്റെ സാഹചര്യവും നിൻ്റെ വീട്ടു സാഹചര്യവും നിനക്കെതിരാകും. എന്നിട്ടും തുഴയുന്നവനാണ് അവനിൽ വിശ്വസിക്കുന്നവൻ. കൈയടിച്ച് കർത്താവിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യുമേ. എന്നെ കൊച്ചു അപ്പം കാറ്റ് പ്രതികൂലമായിരുന്നു. സാഹചര്യം, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരും ചില സമയത്ത് പ്രതികൂലമാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. എങ്കിലും യെറ്റ് ഹി വെൻ്റ് ഓൺ, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകും. എന്താ കാരണം? അടുത്ത വചനം ഇതിനേക്കാൾ കഷ്ടമാണ്. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിയുടെ 4-ാം യാമം. രാത്രിക്ക് എത്ര യാമം ഉണ്ടെന്ന് അറിയാമല്ലോ. രാത്രിയുടെ 4-ാം യാമമാണ് ഇത്. എത്രയാണ് വചനം? എത്രയാണിത്? മർക്കോസ് 6:48, 49, 50 വചനങ്ങളിലൂടെയാണ് പോണത്. ഇപ്പം എന്തൊക്കെ പ്രശ്നമുണ്ട്? കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? രാത്രിയുടെ 4-ാം യാമം. ഉടമ്പടി 4-ാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് വരാൻ പോണത്. മനസ്സിലായില്ലേ?
കാര്യം 1-ാം യാമമുണ്ട്, അത് 6 തൊട്ട് 9 മണി വരെയാണ്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം യഹൂദൻ്റെ കണക്കാണിത് ബൈബിളിലുള്ളത്. അത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് 1-ാം യാമം. 9 to 12, 12 മണി രാത്രി 2-ാം യാമം. 12 to 3 മണി വെളുപ്പിന് 3 മണിയാണ് 3-ാം യാമം. 3 മണി തൊട്ട് 6 മണി വരെ നേരം വെളുക്കാനായി. 3 മണി തൊട്ട് 6 മണി വരെ ആയപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ ഓർക്കുക, കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുക. 1-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വരികത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് അല്പക്രിസ്ത്യാനിയാണ്. 2-ാം യാമത്തിൽ അവന് ഉത്തരം തന്നില്ലെങ്കിൽ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് നീ അവിശ്വാസിയാണ്. 3-ാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ നീ അവൻ വരത്തില്ല ചിന്തിക്കരുത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ദൈവം നിന്നെ മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല. എന്താ കാരണം? 4-ാം യാമത്തിലും അവൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം അവൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. എന്നെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 48-49-50. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഇതാണ് പ്രശ്നം. രാത്രി 4-ാം യാമത്തിൽ അവൻ നേരെ വന്ന് വള്ളത്തിൽ കയറിയതല്ല ചെയ്യുന്നത്. രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്നു വന്നു. നിന്റെ ദൈവം ഏത് കടലിൻ്റെ മീതെയും കാറ്റിൻ്റെ മീതെയും അവൻ നടന്നു വന്ന് നിന്റെ വീണ്ടെടുപ്പ് നടത്തുന്നു. ശ്രദ്ധിക്കട്ടെ. എന്നെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചിലർക്ക് പറ്റുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ഈ 1-ാം യാമത്തിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും, ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും. 2-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. 3-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. ഈ 4-ാം യാമക്കാരാണ് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ, ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഈ 4-ാം യാമത്ത് വരുന്ന ഈശോ എന്താ ചെയ്യണത്? ഇത്രയും 3 യാമങ്ങളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടും കരഞ്ഞും കൂവിയും ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ നേരെ വന്ന് വള്ളത്തെ കയറേണ്ടതല്ലേ ചെയ്യേണ്ടത്? കേണില്ല. എന്താ ചെയ്യണത്? അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് ഇങ്ങനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണത്? അതായത് ഈ മനുഷ്യർ അവൻ്റെ റിസ്കിലും വിശ്വാസത്തിലും അവൻ്റെ പ്രത്യാശയത്തിലും ദൈവസ്നേഹത്തിലും ഈശോയെ ക്ഷണിക്കണം. ഈ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ സാധാരണ ക്ഷണം കൊണ്ട് ഒക്കത്തില്ലെന്ന് ഉറപ്പായി. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വിശ്വാസവും ഇപ്പം അപ്പോസ്തലന്മാർ എന്താ പറയുക? ഗുരു, ആ ഉറക്കം എന്തായിരുന്നു? അതൊരു ഭാവിക്കലായിരുന്നു ഇല്ലേ? 4:38 മർക്കോസ് പറഞ്ഞില്ലേ, അവൻ വള്ളത്തിൻ്റെ തോണി കിടന്ന് ഉറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് വന്ന് കടൽക്ഷോഭം ഉണ്ടായി. വള്ളം ഇങ്ങനെ ഈ തിരമാലകളിട്ട് അമ്മാനമാടുകയാണ്. അമ്മാനമാടുന്നൊരു വള്ളത്തിൽ കിടന്ന് ഉറങ്ങാൻ വല്ലവർക്കും പറ്റുമോ? ശ്രാങ്കമാർക്ക് പോലും പറ്റത്തില്ല, പരിചയമുള്ള. അതായത് അപ്പോൾ എന്നിട്ടും കർത്താവ് ഉറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഉറക്കമാണ്, അതൊരു ഭാവിക്കലാണെന്ന്.
അത് പറഞ്ഞു തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ നിൻ്റെ കർത്താവുണ്ട്. അവൻ ഉറക്കം ഭാവിക്കണമെങ്കിൽ ദൈവവേദലെ നിൻ്റെ ഭാഗത്തുനിന്ന് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിളി ഉണ്ടാകണം. എന്താണ്? ഞങ്ങൾ നശിക്കുന്നു, അത് നിനക്ക് യാതൊരു ഗൗരവമില്ലേ? എൻ്റെ കർത്താവേ, ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ അപ്പന് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം. ഭാവിക്കുന്ന ഈശോയുടെ പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. അതായത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്നു വരണമെങ്കിൽ ഈ ഭാവിക്കൽ എന്ന് പറയുന്ന എന്താ സംഭവം? കടന്നു പോകാൻ ഭാവിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾക്ക് നെറ്റ് ഇഫക്റ്റിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഇഫക്റ്റാണ് ഉള്ളത്. അറിയാമല്ലോ, ദൈവത്തിന് ഭാവിക്കലാണത്. നമ്മളെ പറ്റിക്കണതാണ്, കളിപ്പിക്കണതാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വിസ പ്രോസസ് നടക്കണില്ല, PR കിട്ടണില്ല, ഇപ്പം തന്നെ ജപ്തിക്ക് ഓർഡർ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ സങ്കടങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ സങ്കട സമയത്തുള്ള ഭാവിക്കലിന് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നിലവിലുള്ള നിൻ്റെ അശാരം പൂശാരം വിശ്വാസം പോരെന്നർത്ഥം, ആത്മബന്ധം ഉണ്ടാവണം നടത്താം. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ഇത്തിരി മെനയായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം. ആക്കാനും വേണ്ടി ഓക്കാനിക്കണമെന്ന് അർത്ഥം. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തു. അവൻ തന്നാലും തന്നില്ലേലും ഞാൻ കർത്താവിനോട് ഉടമ്പടിയായിട്ട് ജീവിക്കും. ശ്രദ്ധിക്കട്ടെ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്ത് ചോദിക്കും? അച്ഛാ, ഇത്രയും നാൾ കഷ്ടപ്പെട്ടതും വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെയായോ? ഈ പ്രാർത്ഥനയും ഉടമ്പടി ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെക്കാൾ മുമ്പേ ജോലി കിട്ടിയല്ലോ, അവർ കല്യാണം കഴിച്ചല്ലോ, അവർക്കെല്ലാം പിള്ളേരായല്ലോ, എനിക്ക് മാത്രം പിള്ളേരുമില്ല, കല്യാണമില്ല, വീടുമില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിലേ സകല മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ കുട്ടിച്ചാത്തന സേവ ചെയ്താലും മതി. കുട്ടിച്ചാത്തന സേവയിൽ പിന്നെ നിത്യജീവനം ഇല്ലല്ലോ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ 4ാം യാമത്തിലാണ് കർത്താവ് വരണമെങ്കിൽ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂ എന്ന്. അല്ല, അവൻ പുഷ്പം പോലെ ലാസം ഉയർപ്പിച്ച് മാർത്തായ്ക്കും മേരകത്തിനും കൊടുക്കും. അതാണ് ഈശോ. ഈ 4ാം യാമത്തിൽ വന്നാലും എൻ്റെ ദൈവവേദന നീ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങളും കർത്താവ് നിനക്ക് ചെയ്തു തരും. കൈയടിച്ച് കഥടലി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നിലൂടെ കർത്താവ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത്. നമുക്ക് വേണമെങ്കിൽ 24 വായിക്കാം. 24 വായിച്ചോളൂ. ലുക്ക 24:28. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 24:28. ലുക്ക 24:28. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത്. എമ്മാവസിലേക്ക് പോകണം. ശിഷ്യന്മാരെ കുറിച്ച് പറയണം കേട്ടോ. കർത്താവ് മരിച്ചു കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് വരെ തുണിയില്ലാതെ ഓടിക്കളഞ്ഞു. പത്രോസ് പീലാത്തോസ് കൈ കഴുകി. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോസ്തലന്മാരൊക്കെ സ്ഥലം വിട്ടു. ആരുമില്ലാണ്ടായി. ക്ലയോഫാസ് നാട് വിട്ടുപോയി. അതാണ് ക്ലയോഫാസ്. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനാണ്. ക്ലയോഫാസിൻ്റെ ഭാര്യ പുരുഷനെ ഇവിടെ ഉണ്ടായിരുന്നത്. ദുഃഖ വെള്ളിയാഴ്ച പെണ്ണുമ്പോൾ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി തീരുമാനിച്ച കാരണം ഭർത്താവ് ഡൈവേഴ്സായി പോവുകയാണ്. അയാളുടെ നാട്ടിലോട്ട് പോവുകയാണ്. എമ്മാവസിലേക്ക് പോവുകയാണ് ക്ലയോഫാസ്. അങ്ങനെ പോകുന്ന ക്ലയോഫാസ് ഭാര്യയുടെ അക്കൗണ്ടിൽ മാത്രമാണ് ഈ മനുഷ്യനെ തിരക്കി കർത്താവ് പോണത്. ഓർക്കുക ദൈവവേദലെ, നീയും ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി, നിൻ്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ.
നാട് വിട്ടു പോകുന്ന ആളിൻ്റെ കൂടെയും ഒരു വഴിയാത്രക്കാരനായി അവന് പ്രസൻസ് കൊടുക്കുകയാണ്. അതാണ് എമ്മാവൂസിലെ സംഭവം. വായിച്ചോളൂ ആ ഭാഗങ്ങളൊന്നുകൂടി. ലൂക്ക 24:28. ലൂക്ക 24:28. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവർ എത്തേണ്ടിയിരുന്ന എമ്മാവൂസിന്റെ അടുത്തെന്ന് അർത്ഥം. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അതേ ഭാവിച്ചു. പിന്നെ അവനാണ്ടല്ലേ, അവനാവട്ടെ, ഇത് കയ്യിരിപ്പാണ്. ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ മരമറിയാതെ കൊടിയിടരുത്. കർത്താവിൻ്റെ സ്വഭാവങ്ങൾ അറിയണം. അതായത് അത് നിസ്സാര സമയത്തൊന്നുമല്ല ഭാവിക്കണത്. ഇത് കുരിശുമരണം കഴിഞ്ഞ് ഓരോരുത്തന്മാർ കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ കയ്യിൽ പോലും ഇല്ലാത്തൊരു കാലമാണ്. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ നാടുവിട്ട് പോവുകയാണ്. അത്രയും ക്ലേശമായ സമയത്തും കർത്താവ് ഭാവിച്ചെന്ന് എഴുതിയിരിക്കണത്. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അപ്പോൾ അവരെന്നാ പറയണമെന്ന് നോക്കിയേ. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. നിർബന്ധിച്ചു. കണ്ട ഇവിടെ വിഷയം. അവിടെ സാധാരണ വിളിച്ച് ഇന്ന് തോന്നിയിട്ട് കാര്യമില്ല. നിർബന്ധിക്കണോ? ഇൻറ്റിമസിയുടെ വിഷയം നിർബന്ധമാണ് അവിടെ വരുന്നത്. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട്, അവനെ വിളിച്ചോ എന്നല്ല പറയണത്, നിർബന്ധിച്ചുകൊണ്ട്. നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉടമ്പടി സ്വയമായിട്ട് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 90% കുടുംബകാര്യവും 10% ഉടമ്പടിയായിട്ട് പോയിട്ടാണ് കുഴപ്പമാകണത്. ദൈവത്തെ തോന്നിയിട്ടില്ല നിങ്ങൾ ഉടമ്പടി എടുത്തായിട്ട്. സേവ് ആയിട്ടില്ല, അതാ പ്രശ്നം. കമ്പ്യൂട്ടർ അടിച്ച് കയറുമ്പോൾ DTP ചെയ്യുമ്പോൾ പറയത്തില്ലേ, നമ്മൾ ചെന്ന് ഇപ്പോൾ DTP ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ്, അതിൻ്റെ കോപ്പി തരാൻ പറയുമ്പോൾ അയ്യോ സോറി അത് സേവ് ആയിട്ടില്ലെന്ന് പറയും. സേവ് ചെയ്യാൻ മറന്നുപോയി. അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ തിരുസേന സേവ് ആയിട്ടില്ല. ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ. എന്താ കാര്യം? ഉടമ്പടി 5% ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ജീവിക്കണം. നിൻ്റെ ജീവിതം, മറ്റേ കൂട്ടുകാരുടെ ജീവിതവും വീട്ടിലുള്ള കാര്യവും ഉടമ്പടി യു ആർ ലിവിങ് ആസ് ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഉടമ്പടി. നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ജീവിക്കണത്. അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത്. അപ്പോൾ അവരൊന്ന് റീത്തിങ്ക് ചെയ്യണം, നല്ലതാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ, മിടുക്കന്മാരുടെ ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്തത്? അവർ ഓരോ നിമിഷവും ദേ ആർ ബിവെയർ ഓഫ് ദെയർ കവനൻറ്റ്. അവർ ആ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആകുലചിത്തരും ശ്രദ്ധയുള്ളവരുമാണ്. അവർ 5 എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവില്ല. നിങ്ങൾക്കൊരു ഉണർവുണ്ടെങ്കിൽ കർത്താവിനൊരു 9 ഉണർവുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഉണർവുണ്ടായാൽ കർത്താവിന് 9 ഉണർവുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വരികയാണ്. എന്തിനാണെന്നറിയാവോ? അവളുടെ വിഷയം ഞാൻ മറന്നുപോയി, പക്ഷേ നല്ല സാക്ഷ്യമാണത്. വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വന്നിരിക്കുന്നതിനാണ് ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയെ. എന്താ സ്ഥലപ്രശ്നം എന്തോ ഒക്കെയാണ്. അപ്പോൾ ഉപ്പ് കിട്ടാൻ വരികയെ. ഉപ്പ് ചോദിച്ച ആൾ കൊടുത്തില്ല. അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ച ആളെ കൊടുത്തില്ല. അതുകൊണ്ട് ഈ ഉപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരാനില്ല. പിന്നെ 10 വയസ്സുള്ള മകള് ചേർത്തുകൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് അവിടുന്ന് പിന്നെ ട്രെയിനിന് വന്ന് മാരേക്കുളത്ത് ഇറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയാണ്. ഇതൊക്കെ ദൈവം കാണുന്നില്ലേ? അവൾ ഒറ്റക്കാണ് വരുന്നതെന്നൊക്കെ ദൈവം കാണുന്നില്ലേ? അവിടെ കൂട്ടാരിയിലൊന്നും കാണുന്നില്ലേ? അങ്ങനെ ഒറ്റക്ക് നീ ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട്. നിൻ്റെ സത്യസന്ധത, അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി എടുക്കണ ആ ഒരാഴ്ചയല്ല, ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നിവാസങ്ങൾ ഒത്തിരി പറയും. എടാ, നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരുടെ പുറകെ ഉണ്ട്. അതിപ്പോൾ പുറത്തുള്ളവരുണ്ട്, അകത്തുള്ളവരുണ്ട്. അച്ഛന്മാർ തന്നെ വീഡിയോ ഇറക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയോട് മുന്നോട്ട് പോണത്? ഞാൻ കണ്ട ഒരാളുണ്ട്, അത് വേറെ ആരും കാണാത്ത ആളാണ്. എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായത്? ചുമ്മാ ഉണ്ടായതാണ്? അല്ല, ഒരു ജീവിതമുണ്ട്, ജീവിച്ചു തീർത്ത, പട്ടം കിട്ടിയ കാലം പോലെ ഇന്ന് വരെ ജീവിച്ചു തീർത്ത ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും? നുണയ്ക്ക് കഴിയാൻ പറ്റുമോ? എന്തെല്ലാം നുണപ്രചരണങ്ങൾ, എന്തുമാത്രം വീഡിയോകളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൃപാസനത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിരിച്ച് തള്ളിക്കളയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, എന്താ പ്രശ്നം? സാക്ഷ്യമാണ് സത്യം.
അല്ലാതെ ആശയമല്ല. ഇത് ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ജീവിതത്തിൻ്റെ തത്വമാണ്. എന്താണ് ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ? എപ്പോഴായാലും അനിവാര്യമായിട്ട് ആശയങ്ങൾ തോൽക്കപ്പെടുകയും എന്തു ചെയ്യും? ബൈ ദ റിയൽ. യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും. യാഥാർത്ഥ്യം എന്താണ്? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. തെളിവെന്താണ്? ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ അമഹത്വപ്പെടുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ 36 കൊല്ലത്തെ കൃപാസന ചരിത്രമെങ്കിൽ ആ ചരിത്രം പിന്നെ അപ്രതിരോധമായിട്ട് ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല. എന്താണ്? എന്നെ വിളിച്ച ദൈവവും ആ ദൈവം അയച്ച പരിശുദ്ധ അമ്മയുമാണ്. കൈയിടിച്ച് കർത്താവ് നാളിതുവരെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന്, കൂടെ നിന്നതിന് നന്ദി പറയുന്നു. എൻ്റെ മക്കളെ, രോഗമുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ നിൽക്കുന്നവര്, മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. അച്ഛൻ കൈവർത്തി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഈശോയെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അമ്മ മധ്യസ്ഥം വഹിക്കുകയും വിശുദ്ധ രക്തസാക്ഷികളെ അതിനെ സന്ധിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ സന്തോഷത്തോടെ. ഇപ്പോഴും അടിപ്പൻ്റെ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ കോശങ്ങളിലെ, ഓരോ ക്ലേശങ്ങളിലെ, ഓരോ സന്ധിബന്ധങ്ങളിലെ, മാംസപേശികളിലെ, രക്തഞരമ്പുകളിലെ, ശരീരകോശങ്ങളിലെ, രക്തധമനികളിലെ, യേശു ആന്തരിക അവയവങ്ങളിലെ യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ മാർഗരോഗങ്ങളെ മാറിപ്പോകട്ടെ. ആരാധന. യേശുവേ, ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ രോഗികളായി കിടപ്പിലായി പോയവര്, അവരെ അടിപ്പിടർ പോലെ വൈദാഘാതം ദൈവികമായ ശക്തി അവരിലേക്ക് ആവസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവര്, ഗർഭനാളികൾ ശോഷിച്ചു പോയവര്, ഗർഭം ഉണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞവര്, ബീജത്തിന് ഓട്ടമില്ലാത്തവര്, കൗണ്ടില്ലാത്തവര്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിഷജന്തുക്കൾ കുത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ, രക്തത്തിൽ വിഷം കയറിയതിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവര്, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വാരിപ്പറ്റുകൾ ശോഷിക്കുന്നവരെ, അസ്ഥി ശോഷിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, PCOD രോഗികൾ, അതുപോലെ RSS രോഗികൾ, കുടൽ രോഗികൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന സമയമാണ്. കരൾ രോഗികൾ, ശ്വാസകോശ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ബ്രെയിൻ അസുഖമുള്ളവർ, ഹൃദയത്തിൻ്റെ രോഗമുള്ളവർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, എല്ലാവരെയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുക കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈശോനെ ഏൽപ്പിക്കുന്ന സമയമാണ്. ഉടമ്പടിയുടെ വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ, വിസ പ്രോസസ്സിലിരിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ, സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ, വീട് വിൽക്കാനുള്ളവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ, പഠനത്തിന് പ്രയാസമുള്ളവർ, പഠിക്കാൻ പറ്റാത്തവർ, പരീക്ഷ തോക്കുന്നവർ, വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണീരോടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, നിൻ്റെ തിരുമുറുപാട് നാണിപ്പെടുത്താവുന്ന വലതുകരം ഓരോ മക്കളുടെ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥലങ്ങളും, വിട്ടുമാറാത്ത സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത വേദനകൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ കുടുംബം, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചൊരിയട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും എല്ലാ സ്ഥാവര ജംഗം വസ്തുക്കൾ നശിച്ചു പോയവർ, നഷ്ടപ്പെട്ടവർ, അന്യാധീനപ്പെട്ടവർ, കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ, കൊടുത്തു പോയിട്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ജയിലിൽ പെട്ടുപോയവർ, കർത്താവ് അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർ, കർത്താവ് മറ്റു രാജ്യങ്ങൾക്ക് വിസയും എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ, അതിന് പ്രോസസ്സ് നടക്കാത്തവർ, അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ, കർത്താവ് പല രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ, കർത്താവ് അതുവഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരിശുദ്ധ ദേവതാരെ മാധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടനിക്കുക. എൻ്റെ വിഷയം ഇതിലൊക്കെ അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തൊരു വിഷമിക്കുന്നവർ വിഷമിക്കേണ്ട. മാതാവ് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഈശോ തന്ന അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളിപ്പോൾ തന്നെ അച്ഛനോട് അച്ഛൻ്റെ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ ഇപ്പോൾ ആ വിഷയം നേരിട്ട് ഈ ദിവ്യകാരുണ്യ തിരുസേനയിൽ സമർപ്പിക്കുക. ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം, ആശീർവാദം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദിവ്യകൃപാനയുടെ ആശീർവാദം ലഭിക്കും. 2 മിനിറ്റ് നിങ്ങൾ അച്ഛൻ ഓർക്കാത്ത കാര്യങ്ങൾ, പറയാത്ത വിഷയങ്ങളുടെ മേലെ നിങ്ങൾ ഓർത്ത് ഇപ്പോഴ് ഓൺലൈനിലായാലും ഇവിടെ ആയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ ആവേ.